അടുത്തിടെയായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് രേണു സുധി നേരിടുന്നത്. റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലർ രേണുവിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതേ തുടർന്ന് തനിക്കും കുടുംബത്തിനും എതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന യൂട്യൂബറായ അതുൽ വ്ലോഗ്സിനെതിരെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിക്കാരായ തനിക്കും കുടുംബത്തിനും നീതി കിട്ടിയില്ലെന്നും ഞങ്ങളോടാണ് പോലീസ് മോശമായി പെരുമാറിയതെന്നും ഇന്ത്യൻ സിനിമ ഗ്യാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നുവെന്ന് സുധിച്ചേട്ടന് അറിയാം. പിന്നെ എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നത്? എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സുധിച്ചേട്ടനും മോനും എല്ലാം അറിയാം. ഇതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത്? കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ? എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? അതുൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എൻ്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നെ പറയുന്നവരെല്ലാം ഭയങ്കര ആൾക്കാരാണോ? ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും നിങ്ങൾക്കെന്താണ് കുഴപ്പം? നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എൻ്റെ പിറകെ CBI പോലെ നടക്കാൻ? ഇന്ന് അതുൽ സ്റ്റേഷനിൽ വരേണ്ടതാണ്, പക്ഷേ വന്നിട്ടില്ല. അവൻ ഞങ്ങളോട് ചെയ്തത് തെറ്റല്ലെന്നാണ് പോലീസ് പറയുന്നത്. അവൻ ചെയ്തതൊന്നും വൾഗറല്ലെന്നാണ് പോലീസ് പറയുന്നത്. അവൻ ഞങ്ങളോട് ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഇനി എന്ത് വന്നാലും കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് രേണു പറഞ്ഞത്.